ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലാലിഗയിൽ നടന്ന ബാഴ്സലോണ വേഴ്സസ് വലൻസിയ മത്സരം 7-1 എന്ന ബ്രഹ്മാണ്ഡ സ്കോറിൽ അഗെയിൻ ബാഴ്സലോണ കംബാക്ക് വന്നിരിക്കുകയാണ്. കംബാക്ക് എന്ന് ഉദ്ദേശിച്ചത് ലീഗിലെ പെർഫോമൻസ് കമ്പയർ ചെയ്തിട്ട് പറഞ്ഞതാണ്. ചാമ്പ്യൻസ് ലീഗിൽ ഇപ്പോഴും ഫയർ മോഡ് തന്നെയാണ്, പക്ഷേ ലീഗിൽ ആ ഒരു പെർഫോമൻസ് ലാലിഗയിലേക്ക് വരുമ്പം കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു മാച്ചിൽ അതിനൊക്കെ ആൻസർ കൊടുത്തിരിക്കുകയാണ്. ആദ്യ ഹാഫ് തുടങ്ങിയ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ബാഴ്സ ഫാൻസും കൺഫേം ചെയ്ത് തന്നെയായിരിക്കും വിൻ ചെയ്യുമെന്ന്. ഞാൻ മാക്സിമം ഒരു 3 ഗോളൊക്കെയാണ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ 7-1 എന്നുള്ള വലിയ മാർജിനിൽ വിൻ ചെയ്യുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. വലൻസിയയെ സംബന്ധിച്ചിടത്തോളം ബാഴ്സലോണ അടിക്കുന്ന ഗോൾ കൗണ്ട് ചെയ്യുക എന്ന് മാത്രമാണ് അവരുടെ ആ ഒരു ഗെയിം പ്ലേയിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. വേറെ യാതൊരു വിധത്തിലും ഒരു ഗോൾ അടിക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റി, ഒരു 7 ഗോളൊക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ജസ്റ്റ് ഒന്ന് ഫൗൾ ചെയ്യണം എന്ന് വരെ തോന്നിക്കാത്ത രീതിയിലുള്ളൊരു പെർഫോമൻസാണ് വലൻസിയുടെ ഭാഗത്തു നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. എനിക്ക് തോന്നുന്നു അവസാനം റാഫിനിയ തന്നെ പറഞ്ഞിട്ട് ആണെന്ന് തോന്നുന്നു, ആ ഒരു ഗോളെങ്കിലും സ്കോർ ചെയ്തോട്ടെ എന്ന നിലയിൽ വിട്ടുകൊടുത്ത പോലെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയാണ് 7-1 എന്നുള്ള ഒരു മാർജിനിലേക്ക് വന്നത്. ഈ ഒരു വിജയത്തോടു കൂടി ബാഴ്സലോണ 49 പോയിൻറ്റുമായിട്ട് ലാലിഗ പോയിൻ്റ് ടേബിളിൽ മൂന്നാം സ്ഥാനത്താണ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നാം സ്ഥാനത്തെത്തുക എന്നുള്ളത് റിയൽ മാഡ്രിഡിൻ്റെയും അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെയും റിസൾട്ട് അനുസരിച്ചിട്ടായിരിക്കും. പ്രതീക്ഷയ്ക്ക് നല്ല ഭാഗ്യമുണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് ടൈറ്റ് ആവാൻ തന്നെയാണ് സാധ്യത. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗിലായാലും അതുപോലെ ഇതിൽ ലാലിഗയിലേക്ക് വരുന്ന സമയത്തും സെയിം ഫോം കണ്ടിന്യൂ ചെയ്തു പോകാൻ സാധിക്കുന്നുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡ് ഇത്രയും നാൾ പിന്നെ ഒന്നാം സ്ഥാനത്ത് തുടർന്ന ടീമായിരുന്നു, പക്ഷേ ലീഗിൽ അവസാനം കളിച്ച ഒരു മാച്ച് തോൽവി വാങ്ങി, രണ്ടാമത്തെ മാച്ച് ഡ്രോ ആയി. റയൽ മാഡ്രിഡ് അത് യൂസ് ചെയ്തു. ഇപ്പോൾ ഒന്നാം സ്ഥാനം 4 പോയിൻ്റ് വ്യത്യാസമാണ് അത്ലറ്റിക്കോ മാഡ്രിഡും റയൽ മാഡ്രിഡും തമ്മിൽ. എനിക്ക് തോന്നുന്നില്ല റയൽ മാഡ്രിഡ് ഇനി റയൽ മാഡ്രിഡിനൊക്കെ അടുത്ത് ഒന്നാം സ്ഥാനത്ത് ഈ അത്ലറ്റിക്കോ മാഡ്രിഡിനും അതുപോലെ ബാഴ്സലോണയ്ക്കും സാധിക്കും എന്നുള്ളത് എന്തായാലും കാത്തിരുന്ന് കാണാം. അപ്പോൾ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.